ഹായ് ഫ്രണ്ട്സ്, KF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ കാണുന്ന ഒരു പുളിയാണ് ഇരുമ്പൻപുളി. ഇരുമ്പൻപുളി കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഒരു ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത്. ഇത് പലവർക്കും അനുഭവം, പല ഡോക്ടർമാരും, അതായത് നെഫ്രോളജി ആയിട്ടുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന കിഡ്നി രോഗ വിദഗ്ധന്മാരൊക്കെ പല ഡോക്ടർമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലവർക്കും തെറ്റിദ്ധാരണയുണ്ട്, ഇരുമ്പൻപുളി ജ്യൂസ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഷുഗർ കൺട്രോൾ ആവും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയും, അതുപോലെ തന്നെ തടിച്ച ശരീരമുള്ളവർക്കും പെട്ടെന്ന് തന്നെ മെലിഞ്ഞു പോകും എന്നുള്ള രീതി. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് പലവരും ഇതുപോലെ ഇരുമ്പൻപുളിയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് വെറും വയറ്റിലും എല്ലാതെ പുറമൊക്കെ കഴിച്ചിട്ട് 1-2 ആഴ്ചകൾക്ക് മുന്നിൽ തന്നെ കിഡ്നി ഫെയിലറായി ഡയാലിസിലേക്ക് പോയി എന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഇരുമ്പൻപുളിയൊക്കെ കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഇതൊരു വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇത് ഒരു ഡോക്ടർ മാത്രമല്ല, ഞാൻ നിരവധി ഡോക്ടർമാർ, അത് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ഇതാണ് ഇരുമ്പൻപുളി കഴിച്ചിട്ട് കിഡ്നി ഫെയിലർ ആയിട്ടുള്ള അവസ്ഥ. പിന്നെ മറ്റൊരു വശമുണ്ട്, നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഈ നാട്ടുവൈദ്യം എന്നുള്ള രീതിയിലുള്ള ചില പൊടികൈകളൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് ആരോഗ്യത്തെക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ആ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു, അതായത് കർപ്പൂരം തിന്നു കഴിഞ്ഞാൽ വയറ്റിലുള്ള ഇതൊക്കെ മാറുമെന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഒരാൾ കാണുകയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം കർപ്പൂരം തിന്നു, പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമാകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ആ പോസ്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരോഗ്യ വിദഗ്ധരായ പറയുന്ന മാത്രം സ്വീകരിക്കുക. ഏത് ആരോഗ്യ മേഖലയിലുള്ളവരായിക്കോട്ടെ, അതിപ്പോ അലോപ്പതി മെഡിസിൻ ആയിരിക്കോട്ടെ, ആയുർവേദമായിരിക്കോട്ടെ, അല്ല യുനാനി ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ഹോമിയോ ആയിരിക്കട്ടെ, പക്ഷെ ഇതിനൊക്കെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നവർ മാത്രം സ്വീകരിക്കുക. അവരെന്തായാലും അബദ്ധങ്ങൾ വിളിച്ചു പറയില്ല. അതുപോലെ ഇരുമ്പൻപുളി ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുമെന്നും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയുമെന്നും നമുക്കൊന്നും ഇത്തരം വിഡിത്തങ്ങളൊന്നും ഈ വിദഗ്ധരായ ഡോക്ടർമാർ പറയുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അവരവരുടെ ആരോഗ്യമാണ് അവർക്ക് ഏറ്റവും വലുത്. ഏതൊരു വീഡിയോകൾ കാണുമ്പോൾ, നാട്ടുവൈദ്യം എന്നുള്ള രീതിയിലൊക്കെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിന്റെ ആധികാരികമായിട്ടുള്ള വശങ്ങൾ അറിഞ്ഞിട്ട്, അതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങൾ അറിഞ്ഞിട്ട് മാത്രം പ്രയോഗിക്കുക എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.